ബദറിൽ പോയ സ്വഹാബി പിന്നെയും ചിന്തിക്കുകയാണ്, എനിക്ക് ഇനിയും മുന്നോട്ട് വരണം. അവസാനം 100 സമരങ്ങളിൽ പങ്കെടുത്ത ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് കട്ടിലിൽ കിടന്നാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പടച്ചവനെ, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്ത എനിക്ക് അവസാനം എന്റെ വഫാത്ത് ഒരു ഷഹാദത്തിൻ്റെത് ആയില്ലല്ലോ എന്ന് വിലപിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും അവസ്ഥ അതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്തുൽ ജറാഹിന് മറുപടി നൽകുന്നു. അഖബയിൽ നടന്ന ഉടമ്പടിയിൽ ഞാൻ പങ്കെടുക്കാത്തതാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാരണമല്ലേ? പക്ഷെ ഒരു കാര്യം, അന്ന് ആ ഉടമ്പടിയിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ആ ഉടമ്പടിയിൽ നബിയോട് പങ്കെടുക്കാൻ ഇങ്ങനെ ആശിച്ചു നിൽക്കുമ്പോൾ എന്നെ മദീനയിലേക്ക് ശത്രുക്കളുമായി സംഭാഷണം നടത്താൻ വേണ്ടി നബിതങ്ങൾ എന്നെ അയച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അയച്ചാൽ പ്രശ്നം പരിഹാരമാകുന്നതിന് പകരം ചിലപ്പോൾ രൂക്ഷമാകുമോ എന്ന് ഭയന്നാണ് ഉമറിനെ അയക്കാതിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പോകേണ്ട ചില സാഹസമുണ്ട്, അവിടെ മൂപ്പര് തന്നെ പോകണം. അത്ര പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ചില ആളുകൾ പോയാൽ അത് പ്രശ്നം ഇല്ലാതാവും, ചിലരുടെ പ്രശ്നം ഇരട്ടിക്കും. അതുകൊണ്ട് ഉമറിനെ അയച്ചില്ല, സാധുവായ എന്നെയാണ് അയച്ചത്. ഞാൻ ആ ദൗത്യത്തിലായതുകൊണ്ടാണ് അഖബ ഉടമ്പടി ഞാൻ പങ്കെടുക്കാതിരുന്നത്. രണ്ടാമത്തത് ബദറാണ്. ആ ബദർ സമരം നടക്കുമ്പോൾ ഞാനും ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് രോഗം കലശലായപ്പോൾ ആ ഭാര്യയുടെ പരിചരണത്തിന് വേണ്ടി എന്നെ നബി തങ്ങൾ മദീനയിൽ നിർത്തി. എന്നോട് പറഞ്ഞു, നീ വരണ്ട. ഞാൻ എന്റെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹയുടെ രോഗത്തിന് പരിചരണവുമായി മദീനയിൽ തങ്ങി. മാത്രമല്ല, ആ രോഗത്തിൽ എന്റെ ഭാര്യ മരിച്ചു. ഇതൊന്നും നിങ്ങളറിയോ കഥ? ഭാര്യ മരിച്ചുപോയി. ഞാൻ ആ ഭാര്യയെ അതിന്റെ ജനാസ സംസ്കരണത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞാണ് ബദറിൽ വരുന്നത്. അപ്പോഴേക്ക് ബദറിന്റെ പരിപാടികളെല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ 2 സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് മാർക്ക് നൽകിയിട്ടുണ്ട്, എന്നെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ഉഹുദാണ്. ഉഹുദ് സമരത്തിൽ ഞാൻ ഓടി എന്ന് പറയുന്നു. അഭ്യൂഹങ്ങൾ പരത്തി, വലിയ അഭ്യൂഹങ്ങളല്ലേ അവിടെ നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടുകയും ആ നബിതങ്ങൾ വഫാത്തായി എന്ന് കിംവദന്തി പരത്തുകയും ചെയ്ത ഘട്ടത്തിൽ കുറെ ആളുകൾ ഓടി. ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താൻ, പിശാചിന്റെ ആ അടവുകൾ അവൻ പ്രയോഗിച്ചപ്പോ കുറെ ആളുകൾ ഓടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പലരും ഓടി, പലരും വെപ്രാളപ്പെട്ടു. മനഃപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറ്റമല്ല, മനഃപൂർവ്വം ഞാൻ പിന്തിരിഞ്ഞിട്ടില്ല. ഈ 3 പോയിന്റിനും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മറുപടി പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ലാമിക സമൂഹത്തിൽ ഓരോ വ്യക്തിയും സൽക്കർമ്മങ്ങളുടെ പട്ടിക വർദ്ധിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യണം, നന്നായി അധ്വാനിക്കണം. ഈ റമദാൻ മാസത്തിൽ നോക്കൂ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാവാൻ സാധ്യതയുള്ള ഈ സന്ദർഭമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരക്കെട്ട് മുറുക്കിക്കെട്ടുകയാണ്. എന്നിട്ട് കൂടുതൽ ഇബാദത്തിൽ പങ്കാളികളാവുകയാണ്. സൂറത്തുൽ കഹ്ഫ് ആ അധ്യായത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഇസ്ലാമിക സമൂഹത്തിന്റെ 4ാമത്തെ ഏറ്റവും വലിയ ബാധ്യത, വളരെ പ്രധാനപ്പെട്ട ബാധ്യത, സമൂഹത്തിലെ അവഗണന അനുഭവിക്കുന്ന വ്യക്തികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ നല്ലവരാക്കി, സാമ്പത്തിക ശേഷിയുള്ളവരാക്കി, കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാട് അകറ്റി അവരെ വളർത്തിക്കൊണ്ടുവരലാണ്. അതിന് നേതൃത്വം നൽകേണ്ടതാരാണ്? സമുദായത്തിൽ എല്ലാവരും അതിനുവേണ്ടി മുന്നോട്ട് വരണം. പാവപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതാണ് സൂറത്തുൽ കഹ്ഫിൽ വളരെ പ്രധാനമായി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖദർ അലൈഹിസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാം കാണുന്നു, കണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. ആ യാത്രാവേളയിൽ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ, ഞാനത് ഒരു ചരിത്രമായി ഇവിടെ വിശദമായി പറയുകയല്ല. അവിടെ കുറെ സംസാരങ്ങളുണ്ടായി, കുറെ പ്രവർത്തനങ്ങളുണ്ടായി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ
ആദ്യം തന്നെ കരാർ ചെയ്തിട്ടുണ്ട്, ഞാനെന്തു പ്രവർത്തിച്ചാലും അപ്പോഴൊക്കെ നീ ക്ഷമിക്കുകയാണ് വേണ്ടത്, എന്നോട് ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം ശരീഅത്തിന്റെ പ്രത്യക്ഷമായ ഭാഗങ്ങൾ നോക്കിയാണല്ലോ അങ്ങ് വിധിക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് എന്റെ പ്രവർത്തനങ്ങൾ നിനക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നീട് ഞാനതൊക്കെ വിവരിച്ചു തരുന്നത് കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യാതെ ഈ പഠനയാത്രയിൽ എന്നോടൊപ്പം പങ്കാളിയാകണമെന്ന് മൂസ അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം പറയുകയാണ്. പ്രവാചകന്മാരുടെ ബാധ്യതകൾ, പണ്ഡിതന്മാരുടെ ബാധ്യതകൾ, ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതകൾ ചെറുതൊന്നുമല്ല. 5 നേരം നിസ്കരിച്ചതുകൊണ്ട് മാത്രം നമ്മളെ ബാധ്യത അവസാനിക്കുന്നില്ല. ഒരു പാവപ്പെട്ട സഹോദരൻ നമ്മളെ വീട്ടിൽ വന്നാൽ, ഒരു കഷ്ടപ്പാടുള്ളവനെ നമ്മൾ കണ്ടാൽ, അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും നല്ലത് നിസ്കാരമാണെന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് പോയി നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ആ കഷ്ടപ്പെടുന്നവനെ പറ്റി നമ്മൾ കേൾക്കണം, അവന് ഗുണം ചെയ്തു കൊടുക്കണം. ആ പാഠങ്ങളതാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായി ഒരു കപ്പൽ, കടൽ തൊഴിലാളികളുടെ കപ്പൽ. ആ കപ്പൽ പിടിച്ചെടുക്കാൻ വേണ്ടി രാജാവ് പിന്നാലെ വരുന്നുണ്ട് എന്ന വിവരമറിഞ്ഞപ്പോൾ ഖദർ അലൈഹിസ്സലാം പാവപ്പെട്ടവന്റെ ബേജാറ് തീർത്തു കൊടുക്കാൻ വേണ്ടി ഉടനെ ഒരു പരിഹാരമുണ്ടാക്കുകയാണ്. ആ പരിഹാരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അമ്മ സഫീനത്തു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി. കടലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾ, ഇസ്ലാമിന് കടൽ തൊഴിലാളികളോട് വളരെ സ്നേഹമാണ്. കാരണം കടലിൽ പണിയെടുക്കുന്ന ആളുകൾ അധികവും അവരങ്ങേയറ്റത്തെ തവക്കുലിന്റെ ആളുകളാണ്. അവർക്ക് വേറെ ഒന്നും അവർക്ക് അവലംബിക്കാനില്ല. തിരമാലകളോട് സമരം ചെയ്യാനാണ് അവർ പോകുന്നത്. ആ കടലിലുള്ള മത്സ്യമാകട്ടെ അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് പെറുക്കിക്കൊണ്ടുവന്നിട്ട് വേണം, അത് വിറ്റിട്ട് വേണം അവർക്ക് കുട്ടികളെ പോറ്റാൻ. അതുകൊണ്ട് തന്നെ ആ കടലിൽ തൊഴിലിന് പോകുന്ന ആളുകളുടെ ഒരു ബോട്ട് പോവുക എന്ന് പറഞ്ഞാൽ, ആ ബോട്ട് പിടിച്ചെടുക്കപ്പെട്ടു പോയാൽ അതവരെ ജീവിത സമ്പാദ്യം മുഴുവനും നശിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചല്ലോ, 35 ലക്ഷം വില വരുന്ന കപ്പൽ, ബോട്ട്, മത്സ്യ ബോട്ട് നഷ്ടപ്പെട്ടത് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിക്കുക. 35 ലക്ഷം. അവരെ ജീവിതം ആകെ അതാകെ ഏതെങ്കിലും പാറക്ക് ഇടിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ കുടുംബം തകർന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ പിന്നിൽ വരുന്ന ശത്രു പിടിച്ചെടുക്കുമെന്ന് കണ്ടപ്പോൾ ഖദർ അലൈഹിസ്സലാം ഒന്നും നോക്കാതെ ആ കപ്പലിന്റെ ഒരു പലക പൊളിച്ചു മാറ്റുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് പിന്നീട് ആ കാര്യം ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊരു പാഠം നമ്മൾ പഠിക്കേണ്ടത്, സമൂഹത്തിലെ പണക്കാരായ ആളുകൾ, ബോധമുള്ള ആളുകൾ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ എപ്പോഴും ശ്രദ്ധിക്കുകയും അവരെ പരിഗണിക്കുകയും അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് പട്ടിണി വരുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അവരെ ക്ഷേമമുള്ളവരാക്കാൻ പണിയെടുക്കുകയും വേണം. അതില്ലാതെ കുറെ ആളുകൾ നമ്മളെ കാര്യം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിർവാഹമില്ല. കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഞണ്ടിനെ കയറ്റുന്ന ഒരു കമ്പനി ഉണ്ട്. ഞണ്ടിനെ ഫ്രഷായിട്ട് ജീവനോടെ ഞണ്ടിനെ പിടിച്ച് കയറ്റിയാൽ നല്ല പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഈ ഞണ്ടിനെല്ലാം കൂടി പെറുക്കി പാക്ക് ചെയ്ത് വിടുകയാണ് പതിവ്. പച്ചയോടെ പാക്ക് ചെയ്യുക. പക്ഷെ ഈ പാക്ക് ചെയ്യുമ്പോൾ ഈ പാക്ക് ചെയ്യുന്ന പെട്ടിയിൽ ഇടയ്ക്കിടെ സുഷിരം വെക്കും. സുഷിരങ്ങൾ വെച്ചില്ല എങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, ഞണ്ട് ചത്തുപോകും. അപ്പൊ ഇടയ്ക്കിടെ ഈ എയർ സർക്കുലേഷന് വേണ്ടി ഇങ്ങനെ ഹോൾസ് ഇട്ടപ്പോ ഒരാൾ ചോദിച്ചു, ഇങ്ങനെ ഹോൾ ഇട്ടാലും ഞണ്ട് ഈ ഹോളിലൂടെ കയറി പുറത്തേക്ക് ചാടൂലേന്ന്. അപ്പൊ അമേരിക്കക്കാരൻ പറഞ്ഞു, ഇല്ല, ഇത് കേരളത്തിലെ ഞണ്ടാണ്. ഒരു ഞണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്നെ താഴെ ഞണ്ട് പറയുന്നത്, നിക്ക് ഈ അങ്ങനെ കയറണ്ട, നമ്മൾ കുറെ ആളുണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നു. ഈ സ്വന്തം അങ്ങനെ പോവാല്ലേ, കാല് പിടിച്ച് തള്ളിയിടും. അതുകൊണ്ട് എത്ര ഹോള് വെച്ചാലും ശരി ഈ ഞണ്ട് പുറത്തു പോകില്ല എന്ന് ഉറപ്പാ.
ഇതൊരു തമാശയെ പറഞ്ഞതാണ്. കേരളക്കാരനും മലയാളിയുമൊക്കെ രക്ഷപ്പെട്ടാൽ മറ്റാരെയും രക്ഷപ്പെടുത്താത്ത, അല്ലെ എല്ലാവരും കഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലുള്ളവരാണെന്ന് അവരുടെ ചിത്രീകരണമാണ്. ശരിയോ തെറ്റോ എന്തായാലും ശരി, അതിന്റെ ചെറിയൊരു ഭാഗം ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളുടെ ഭൂമിയായിരുന്ന ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന നമ്മളിൽ അത്തരം ചില ചിന്തകളുടെ അള്ളിപ്പിടിച്ച ഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ പഠിച്ചു, നമുക്ക് പലരും സഹായിച്ചിട്ടല്ലേ നമുക്ക് ഈ ജോലി കിട്ടിയത്. നമുക്ക് ഗൾഫിലേക്ക് ചാൻസ് കിട്ടിയത് എങ്ങനെ? ഒരാള് സഹായിച്ചിട്ട് കിട്ടിയതാണ്. അയാളുടെ സഹായമില്ലായിരുന്നെങ്കിൽ നമുക്കവിടെ എത്താൻ കഴിയുമായിരുന്നില്ല. എങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാനും ഒരു സഹോദരനെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ എന്ന ചിന്ത മുതലാളിയുടെ മനസ്സിൽ വരണം. ഒരു പണ്ഡിതനായത് അവൻ കിതാബോധി പഠിക്കാൻ ഒരു പള്ളി ദർസിൽ പോയി പഠിച്ചതുകൊണ്ടാണ് എങ്കിൽ ആ പണ്ഡിതൻ മനസ്സിലാക്കണം, ഇതുപോലെ ഞാനും കുറെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്താൽ മാത്രമേ അവര് പണ്ഡിതന്മാരായി മാറുകയുള്ളൂ. കച്ചവടക്കാര് മനസ്സിലാക്കണം, എനിക്കൊരു ചാൻസ് ഇന്ന ആളാണ്, ആ ചാൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്കിവിടെ കച്ചവടം തുറക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ള ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കട്ടെ എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വേണം. ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ആ പാവപ്പെട്ട മിസ്കീൻ അതാ സഹായിക്കുകയാണ്. രണ്ടാമത് വളരെ അടിയന്തരമായുള്ള മറ്റൊരു വിഷയമേതാണ്, മഹാനായ ഖദർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും യാത്ര പോകുന്ന സന്ദർഭം ഒരു യുവാവ്, കൊള്ളക്കാരനായ ഒരു യുവാവ് അയാൾ കൊള്ളക്കാരനാണ്. അയാളെ മാതാപിതാക്കളാകട്ടെ നല്ലവരാണ്. നല്ല ഉമ്മയുടെയും ബാപ്പയുടെയും മക്കൾ കള്ളന്മാരായി ജീവിക്കുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, പ്രദേശങ്ങളിലുണ്ട്, പരിസരങ്ങളിലുണ്ട്. ബാപ്പ നല്ലയാളാണ്, ഉമ്മയും നല്ല ആളാ, മകനോ അവൻ കള്ളനാണ്, കള്ളുകുടിയനാണ്. അത്തരം മക്കളെപ്പറ്റി മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. വളരെയധികം ചിന്ത വരെ മനസ്സിൽ വേണം. ഒരു പക്ഷേ ആ മകൻ കാരണമായി ആ മാതാവും പിതാവും തമ്മാടിയാകാൻ സാധ്യതയുണ്ട്, കുഫ്രിയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ മുഖത്തങ്ങ് നോക്കിയപ്പോൾ ഖദറിന് ബോധ്യപ്പെട്ടു, മുഖത്ത് നോക്കിയാൽ തന്നെ ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരി റബ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ വേറൊരാളുടെ മുഖത്ത് നോക്കിയാൽ അവന്റെ മുഖത്ത് നോക്കി വായിക്കാൻ ഈ മുഅ്മിനായ മനുഷ്യന് കഴിയും. ചിലപ്പോൾ അല്ലാഹു കഴിവ് കൊടുത്തേക്കും. മുഖത്ത് നോക്കിയാൽ ഇയാൾ ഏതാണ്, എന്താണ്, ഇയാളുടെ അവസ്ഥ എന്താണ് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കും. ഖദർ അലൈഹിസ്സലാമിനെ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ ഖദറിന് മനസ്സിലായി സംഗതി അപകടമാണ്. ഇദ്ദേഹം ആള് മോശക്കാരനാണ്. ഇദ്ദേഹം കാരണമായി ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വഴിതെറ്റുകയും ദുർമാർഗികളായി മാറുകയും ചെയ്യും എന്ന് അല്ലാഹു അതാ ഖദർ അലൈഹിസ്സലാമിന് ഉണർത്തിക്കൊടുത്തതിന്റെ പേരിൽ ഖദർ അലൈഹിസ്സലാം ആ യുവാവിനെ കൊല്ലുന്നു. പക്ഷേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനെ ലഅനത്ത് ചെയ്യാൻ ആർക്കും അധികാരമില്ല. ഇന്നയാൾ നരകത്തിലാണെന്ന് നേരത്തെ വിധി പറയാനും നമുക്ക് അവകാശമില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ അവസാന വേളയിൽ അവൻ പശ്ചാത്തപിച്ച് മടങ്ങാൻ സാധ്യതയുണ്ടല്ലോ. ഖദർ അലൈഹിസ്സലാമിന് അള്ളാഹ് അറിയിപ്പ് കൊടുത്തു, ഇദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുകയില്ല, ഇദ്ദേഹം അടിയുറച്ച നിഷേധിയാണ്, ഇയാൾ കാരണമായിട്ട് ആ കുടുംബം കുഫ്രിയത്തിലേക്ക് പോകുമെന്ന് ഉറപ്പ് അറിയിച്ചതിന്റെ പേരിൽ വമാ ഫഅൽതുഹു അൻ അംരി, അള്ളാഹു എന്നോട് നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാൻ ആ കർമ്മം നടത്തിയത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് ഇതൊക്കെ പിന്നീട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ മൂസാ നബിക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ കുട്ടിയെയും മാതാപിതാക്കളെയും തമ്മിൽ വിടർത്തി ആ കുടുംബത്തെ രക്ഷിച്ചു.
ഇത് ഒരു പ്രബോധകന്റെ ഒരു പ്രധാന ദൗത്യമാണ്. നല്ല സംസ്കരണത്തിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കി ദുർമാർഗികളായ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഉപദേശം ചെയ്യുക. അതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ, ദുർമാർഗികളിൽ നിന്ന് ആ മാതാവും പിതാവും വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നുവെങ്കിൽ, ബഹുമാനപ്പെട്ട മർഹൂം ഷാലിയാത്തി അഹമ്മദ് മുസ്ലിയാർ ചെയ്തതുപോലെ മരണവേളയിൽ അദ്ദേഹം എഴുതിവെച്ച വസിയ്യത്ത്, ഞാൻ മരിച്ചാൽ എന്റെ സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എന്റെ മക്കൾക്ക് കൊടുക്കരുത്. കാരണം അവര് മുൻഗാമികളെ ചീത്ത പറയുന്ന സ്വഭാവത്തിലാണിപ്പോ ഉള്ളത്. സ്വാലിഹീങ്ങളെ കുറ്റം പറയുന്ന മക്കളാണ്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും തള്ളിപ്പറയുന്ന നിലപാടുകൾ, അവരെ കുറ്റം പറയുന്ന പുസ്തകങ്ങൾ ആ മക്കളെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സമ്പത്ത് ഇത്തരം ദുർമാർഗത്തിലുള്ള മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ വഖഫാക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിവെച്ച ഷാലിയാത്തി നമുക്ക് മാതൃകയാവണം. നമ്മളെ മക്കൾ ദുർമാർഗത്തിലായാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആ മക്കൾക്ക് കൊടുക്കൽ ഹലാലല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എത്ര അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഈ സമ്പത്തുണ്ടാക്കിയത്? അത് മുഴുവനും തമ്മാടികളായ മക്കൾ അവരിങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് കൊടുത്തതിന്റെ കുറ്റം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമത് ഖദർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും കൂടെയുള്ള ആ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു മതിൽ വീണ് കിടക്കുന്നു. സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. എവിടെയാണോ മുസ്ലിമീങ്ങൾക്ക് വിഷമം സംഭവിച്ചത് അവിടെ ഓടിയെത്തി വേണ്ടുന്ന പരിചരണങ്ങൾ ചെയ്യാൻ സമുദായത്തിന് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുതിരയുണ്ടായിരുന്നു. ആ കുതിര കാറ്റിന്റെ വേഗതയാണ്. മദീനയിൽ എവിടെ എന്തു പ്രശ്നമുണ്ടായാലും ആ കുതിരപ്പുറത്ത് കയറി റസൂലുള്ള യാത്ര ചെയ്യും. എന്നിട്ട് ആ വിഷമിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് അവരെ സങ്കടപ്പാടുകൾ അവിടുന്ന് പരിഹരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, പ്രശ്നമുള്ള സ്ഥലത്തേക്ക് റസൂലുള്ള അതാ തന്റെ വാഹനപ്പുറത്ത് ഓടുകയാണ്. വജത്തുഹു ബഹ്റാ. നബിയുടെ ആ കുതിരയുടെ സ്പീഡ് എത്രയാണെന്നറിയോ? കാറ്റിന്റെ സ്പീഡാണ്. വിഷമമുള്ള സ്ഥലത്ത് കൊടുങ്കാറ്റ്, അതുപോലെ പ്രകൃതിപരമായ ദുരന്തങ്ങൾ, ഇതൊക്കെ ഉണ്ടായാൽ അവിടെ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ മാതൃക അമ്പിയാക്കൾ മുഴുവനും ഒരൊറ്റ മാതൃക ലോകത്ത് പഠിപ്പിച്ചവരാണ്. സമുദായത്തിലെ പണക്കാരും ആരോഗ്യമുള്ളവരും ഇതൊക്കെ ഗൗരവമായി ആലോചിക്കണം. നമ്മളെ കാറും നമ്മളെ വണ്ടിയും നമ്മളെ സ്ഥലവും അള്ള പൊരുത്തപ്പെട്ട മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. പ്രശ്നമുള്ള സമയത്ത് സ്ഥലത്ത് നമ്മൾ ഓടിച്ചെന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി കൊടുക്കണം. മഹാനായ ഖദർ അലൈഹിസ്സലാം വീണ് കിടക്കുന്ന മതിലിന്റെ സമീപത്തെത്തിയിട്ട് ആ മതിലതാ വീക്ഷിക്കുകയാണ്. ആ മതിലതാ റിപ്പയർ ചെയ്തു കൊടുക്കുകയാണ്. ആ മതിൽ വീണ്ടും കെട്ടിക്കൊടുക്കുകയാണ്. മൂസ അലൈഹിസ്സലാം സംശയത്തോടെ നിൽക്കുന്നു. ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ഈ മതിൽ ഞാൻ വീണ്ടും കെട്ടിക്കൊടുക്കാനുള്ളൊരു കാരണം ഉണ്ട്. വഅമ്മൽ ജിദാർ, ഈ മതിൽ യഥാർത്ഥത്തിൽ കാനലി ഉലമൈനി യതീമൈനി ഫിൽ മദീന, ഇത് പട്ടണത്തിലുള്ള 2 യതീം കുട്ടികളുടേതാണ്. ബാപ്പ മരിച്ചുപോയ കുട്ടികൾ വീട്ടിലേക്ക് വൈകുന്നേരം പലഹാരവും മിഠായിയുമായി കടന്നു വരുന്ന ബാപ്പയുടെ ആ കയ്യിലേക്ക് നോക്കി നിൽക്കുന്ന മക്കൾ. ബാപ്പയുടെ മരണശേഷം എല്ലാ ദിവസവും ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ലോകത്താരാണുള്ളത്? ഉമ്മമാരെ. അതുകൊണ്ട് യതീം കുട്ടികളെ പരിപാലിക്കുവാനും അവരെ ശ്രദ്ധിക്കുവാനും നമ്മളെ മനസ്സിലെപ്പോഴും പ്രതിജ്ഞയുണ്ടാകണം. ബാപ്പയില്ലാത്ത കുട്ടികളുടെ വിഷയത്തിൽ പ്രത്യേകം താല്പര്യമെടുക്കണം. ബാപ്പ മരിച്ചുപോയ കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ ആ കൈവെക്കുന്ന മനുഷ്യന്റെ കൽബ് ലോലമായി തീരുമെന്നും അവന് ഭക്ഷണത്തിൽ വിശാലത കിട്ടുമെന്നും ഹദീസിൽ വന്നിട്ടുള്ളതാണ്. യതീമിനോടുള്ള ആ സ്നേഹം ബാപ്പ മരിച്ചുപോയ കുട്ടികളുടെ സ്വത്താണ്. ഇത് മഴ പെയ്താൽ ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലുള്ള മുഴുവൻ ധനങ്ങളും നിക്ഷേപങ്ങളും ഒലിച്ചു പോകും.
അതുകൊണ്ടാണ് ഖദർ അലൈഹിസ്സലാം അത് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ യതീം കുട്ടികൾക്ക് ഗുണം ചെയ്യണമെന്ന് ഈ ഖദർ അലൈഹിസ്സലാമിന്റെ ഖൽബിൽ തോന്നാനുള്ള കാരണം തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. വകാന അബൂഹുമാ സ്വാലിഹാ, ഈ യതീം കുട്ടികളെ ബാപ്പ ഒരു നല്ല ആളായിരുന്നു. നമ്മൾ നല്ലവരായാൽ നമ്മളെ മക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സൽക്കർമ്മം ചെയ്താൽ നമ്മളെ മക്കൾക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു മറ്റാളുകളെ നിയമിക്കും. നമ്മളെ ജീവിതകാലത്ത് നമ്മൾ തോന്നിയാസികളായി ജീവിച്ചാലോ നമ്മളെ മക്കളെ നോക്കാനോ സംരക്ഷിക്കാനോ ആരും തന്നെ വരികയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദർ അലൈഹിസ്സലാമിന് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, അതാ ആ കെട്ട്, ആ മതിൽ നിങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കണം. വകാന അബൂഹുമാ സ്വാലിഹാ, ഈ കുട്ടികളെ ഏഴാമത്തെ ബാപ്പ എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ 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 ഏഴാമത്തെ പിതാവ് സ്വാലിഹാ, ഒരു ഇൽമുള്ള മനുഷ്യനായിരുന്നു, വലിയ തഖ്വയുള്ള മനുഷ്യനായിരുന്നു. അയാളെ ജോലി, അയാൾ ആരെന്ത് കൊണ്ടുപോയി കൊടുത്ത് ഇതിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ അത് ഏറ്റുവാങ്ങും. വദിയത്തായി സാധനങ്ങൾ ഏൽപ്പിക്കുന്ന ആളാണ്, വാങ്ങുന്ന ആളാണ്, അത് ഏറ്റുവാങ്ങി സൂക്ഷിക്കും, എന്നിട്ട് കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അമീനായി വിശ്വസ്തനായി ജീവിച്ച ഒരു മനുഷ്യന് അല്ലാഹു ചെയ്ത നിഅമത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മൂന്ന് സംഭവങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും അവിടെ പിരിയുന്നു. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തത്തി അലൈഹി സബ്റാ. യാത്ര പിരിയാണ്. യാത്ര പിരിയുമ്പോഴും കുരുത്തക്കേട് കൊടുക്കാതെ നല്ല സന്തോഷത്തിൽ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്, നമ്മളമ്മ പിരിയുകയാണ്, മോനെ ഇനി ഞാൻ എന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം ഖദർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിൽ കുറെ നേരം ഇങ്ങനെ കരയുകയാണ്. ഖദർ അലൈഹിസ്സലാം മൂസ നബിയോട് പറയുന്നു, മൂസാ, ഈ യാത്ര നമ്മൾ ഇനിയും കൂടെ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ 1000 അത്ഭുതങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു. പക്ഷേ ഇത് മതി. ഈ മൂന്ന് സംഭവങ്ങളിലൂടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാനസികമായ എല്ലാ പ്രയാസങ്ങളും ആത്മീയതയുടെ ചൈതന്യം കൊണ്ട് ഖദർ അലൈഹിസ്സലാം മാറ്റിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ പാവപ്പെട്ടവരോടുള്ള സ്നേഹം നമ്മളെ മനസ്സിൽ വേണം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതേ അധ്യായത്തിൽ അല്ലാഹു പറയുന്നു. ഞാൻ ഓരോന്നും പദാനുപദം ഇവിടെ വിവരിക്കുന്നില്ല. കുറച്ചങ്ങോട്ട് പോയാൽ റഷ്യയുടെ ഭാഗത്ത്, അവിടെ ഈജിപ്ത് മുതൽ സിന്ധു വരെയുള്ള പ്രദേശങ്ങൾ അടക്കി ഭരിച്ച വലിയ ഒരു ചക്രവർത്തിയുടെ കഥ ഈ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ദുൽഖർനൈനി എന്നാണ് അദ്ദേഹത്തിന്റെ പേർ. വയസ്അലൂനക അൻ ദുൽഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിന്നു ദിക്റാ. അല്ലാഹു ചോദിക്കുന്നു, മുഹമ്മദ് നബിയെ, നിങ്ങളോട് ആളുകൾ ചോദിക്കും ദുൽഖർനൈനിയെ സംബന്ധിച്ച്. ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേക്കണം, ദുൽഖർനൈനി ആരാണെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മുസ്ലിമായ ഒരു രാജാവായിരുന്നു. തഫ്സീറിന്റെ ചില കിതാബുകളിൽ കാണാം, അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹമാണ് BC 549 കാലഘട്ടത്തിൽ ഭരണം നടത്തിയ രാജാവാണ്. വിശ്വസ്തനായ രാജാവാണ്, മുസ്ലിമാണ്, ത്യാഗിയാണ്, ധൈര്യമുള്ള ആളാണ്, ഭരണകർത്താവായിരുന്നു. അദ്ദേഹം 539 ബാബിലോണിയ കീഴടക്കി. സിന്ധു മുതൽ ഈജിപ്ത്, ലിബിയ വരെയുള്ള പ്രദേശം മൊത്തം അടക്കി ഭരിച്ച വലിയൊരു രാജാവ്. ആ രാജാവിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ദുൽഖർനൈനി അലൈഹിസ്സലാമിന്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അങ്ങനെ വിവരിക്കുന്നു. ഒരു ഭരണം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ, ഭരണസ്വാധീനം ലഭിച്ചാൽ, ആ ഭരണസ്വാധീനം ലഭിച്ച വ്യക്തിക്കും സാമൂഹ്യമായ ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. അയാളുടെ സമീപത്ത് വന്ന് ആരെങ്കിലും വന്ന് സങ്കടം പറയുമ്പോൾ അതൊന്നും എന്നോട് പറയണ്ട, അത് നിങ്ങൾ വേറെ ചെയ്തോ,
എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർളി, യഅ്ജൂജും മഅ്ജൂജും ഖിയാമത്ത് നാളിന്റെ അടയാളമായി ലോകത്ത് വരാനിരിക്കുകയാണ്. എന്തെല്ലാമോ വിഷയങ്ങൾ ഖിയാമത്തിന്റെ ഭാഗമായി വരാൻ പോകുന്നു. ദജ്ജാൽ വരാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്ന് ഭരണം നടത്തും. ഇങ്ങനെ ഖിയാമത്തിന്റെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ യഅ്ജൂജ് മഅ്ജൂജ് വരുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ആ യഅ്ജൂജ് മഅ്ജൂജ് ഞങ്ങളുടെ ഈ രാജ്യം തകർക്കാൻ വേണ്ടി വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിൽ വലിയൊരു ഭിത്തി നിങ്ങൾ പണിതു തരുമോ? ആ ഭിത്തി പണിതു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ടാക്സ് തരാം, നിങ്ങൾക്കതിനുള്ള നികുതിപ്പണം ഞങ്ങൾ തരാം. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അലൈഹിസ്സലാം അവരോട് പറയുന്ന മറുപടി, ഭരണാധികാരികൾ, ഭരണം നടത്തുന്ന ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ അവരുടെ കഴിവ് പൂർണ്ണമായും സമുദായത്തിന് സമർപ്പിച്ചാൽ എത്ര സുഖമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വ. നിങ്ങൾ ടാക്സ് ഒന്നും തരണ്ട, ഒരു നികുതിയും തരണ്ട. ഫഅഈനൂനി ബിഖുവ്വത്തിൻ, നിങ്ങൾ ശക്തി കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി, നിങ്ങളെ ഊർജം എനിക്ക് നൽകിയാൽ മതി, ശ്രമദാനമായി നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി. നിങ്ങൾ എനിക്ക് സഹായിക്കുകയാണെങ്കിൽ ഈ കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിൽ നല്ലൊരു ഭിത്തി ഞാൻ പണിതു തരാം. ആ ഭിത്തി അദ്ദേഹം പണിയുകയാണ്. ആത്തൂനി സുബറൽ ഹദീദ്, നല്ല ഇരുമ്പിന്റെ കഷണങ്ങൾ കൊണ്ടുവരിക. ആ ഇരുമ്പും ചെമ്പും തീയും കൂട്ടിച്ചേർത്തി നല്ലൊരു ഭിത്തി ഞാനിവിടെ പണിയാം. നിങ്ങളതിനെ ഇരുമ്പും കമ്പിയെല്ലാം കൊണ്ടുവന്നാൽ മതി, ബാക്കി ഞാൻ ആയിക്കോളാം. ടെക്നോളജി എനിക്കറിയാം. ഇസ്ലാമിക സമൂഹത്തിലെ ഒരു പണ്ഡിതൻ, ഒരു നേതാവ്, അയാൾ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, അയാൾ സ്ഥാപനം പണിയുകയാണ്, അതിന് ജനങ്ങൾ സഹായിച്ചു കൊടുക്കുകയാണ്. സമൂഹത്തിന്റെ പൊതുവായ ഒരു താല്പര്യം പ്രതിരോധ പ്രവർത്തനം നടത്താൻ വേണ്ടി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം നടക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇത് മുഴുവനും പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ്. അതിന്റെ എഞ്ചിനീയറിംഗും ടെക്നോളജിയും എല്ലാം നൽകുന്നതാരാ? ഉസ്താദുമാര്. സഹായിക്കാനോ കുറെ പണിക്കാർ. സഹായിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം അവിടെ നടന്നു. എന്നിട്ട് ഫമസ്തഉ അൻ യൽഹറൂഹു വമസ്തതഉ ലഹു നഖ്ബാ, ആ കെട്ടിന്റെ അടുത്ത് വരാനോ ആ കെട്ട് പൊളിക്കാനോ യഅ്ജൂജ് മഅ്ജൂജിന് കഴിഞ്ഞില്ല. ഖാല, ദുൽഖർനൈനി പറയുന്നു, ഹാദാ റഹ്മത്തും മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ. ആകാശത്ത് കാണുന്ന സൂര്യൻ അത് താഴോട്ട് ഉതിർന്നു വീഴുന്നൊരു ദിവസം ഇവിടെ വരാൻ പോകുന്നു. ചന്ദ്രൻ താഴേക്ക് പൊട്ടിത്തെറിക്കുന്ന ദിവസം വരാൻ പോകുന്നു. വെള്ളത്തിന്, കടലിന് തീപിടിക്കുന്ന ഒരവസ്ഥ വരാൻ പോകുന്നു. പ്രസവിക്കാനായ പെണ്ണ് ഭയവിഹ്വലതുകൊണ്ട് പ്രസവിക്കുന്ന സമയം വരാൻ പോകുന്നു. അന്ന് ജനങ്ങൾ മുഴുവനും വളരെ ബേജാറിൽ നിൽക്കുന്ന ഖിയാമത്തിന്റെ ഏറ്റവും ഭീതിദായകമായ രംഗം. അങ്ങനെയുള്ള ഖിയാമത്തിന്റെ ദിവസങ്ങൾ വരുമ്പോൾ ഈ യഅ്ജൂജ് മഅ്ജൂജ് വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ കാസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിൽ ഇപ്പോഴും അവിടെ ചെറിയ ഭിത്തിയുടെ ഭാഗമായി നിലകൊള്ളുന്ന ആ കെട്ടെല്ലാം പൊളിയുന്നതാണ്. അതുവരെ പൊളിയാതെ ഭദ്രമായി യഅ്ജൂജ് മഅ്ജൂജിനെ തടയാൻ വേണ്ടിയുള്ള ഈ വലിയ പ്രതിരോധം ഞാൻ നിങ്ങൾക്ക് സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞ് ദുൽഖർനൈനി അലൈഹിസ്സലാമിന്റെ ചരിത്രം എന്തിനാണ് ഈ അധ്യായത്തിൽ നമുക്ക് അല്ലാഹു പറഞ്ഞു തരുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശാസ്ത്ര വിദ്യാർത്ഥികൾ, സയൻസ് വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, എഞ്ചിനീയർമാർ, സയന്റിസ്റ്റുകൾ, ഡോക്ടർമാർ, അവരുടെ കഴിവുകൾ
സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തണം. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഡോക്ടർമാര് അവരെ കഴിവുപയോഗപ്പെടുത്തണം, എഞ്ചിനീയർമാര് അവരെ കഴിവുപയോഗപ്പെടുത്തണം. ഈ കഴിവുകളും ഈ വൈദഗ്ധ്യങ്ങളുമൊക്കെ സമുദായത്തിന് നൽകിയാൽ വളരും. ആ വളർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സയ്യിദുമാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ മുഅ്മിനീങ്ങൾ രംഗത്ത് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി, എത്രയാണെന്ന് നമ്മൾ പുരോഗതി പ്രാപിച്ചത്. മലപ്പുറം ജില്ല ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാ മേഖലയിൽ നിന്നും എഴുതിത്തള്ളി അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ മാറി. ഇന്ന് മുന്നിൽ മലപ്പുറമാണ്. എല്ലാ ഹൈറിലും അള്ളാഹു മുസ്ലിമീങ്ങൾ ഉള്ള സ്ഥലങ്ങളെ മുഴുവനും കൂടുതൽ കൂടുതൽ ഇസ്സത്തിലേക്ക് പ്രദാനം ചെയ്യട്ടെ, ആക്കിത്തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കഥകളും ചരിത്രങ്ങളും എല്ലാം പറഞ്ഞ് അവസാനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അൽ കഹ്ഫ് സൂറത്തിന്റെ അവസാനം മനുഷ്യനെ ഉണർത്തുകയാണ്. കുറെ അധ്വാനിച്ചു, കുറെ സേവനം ചെയ്തു, കുറെ പാവപ്പെട്ടവരെ പരിഗണിച്ചു, പട്ടിണി കിടക്കുന്നവനെ രക്ഷിച്ചു, കപ്പൽ റിപ്പയർ ചെയ്തു, മതിൽ കെട്ടിക്കൊടുത്തു, ടെക്നോളജിയും എഞ്ചിനീയറിംഗും ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. എല്ലാം ചെയ്താലും ഒരു വിഷയത്തെപ്പറ്റി മുഅ്മിനീങ്ങളെ മനസ്സിൽ നല്ല ബേജാറ് വേണം. അതേതാണ്? അല്ലാഹു പറയുകയാണ്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽഅഖ്സരീന അമാലാ അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. മാലിക് ഇബ്നു ദീനാർ ചിന്തിച്ച് കരഞ്ഞുപോയ രംഗം. മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, മാലിക് ഇബ്നു ദീനാർ ഈ കേരളത്തിൽ വന്ന സ്വഹാബിയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കാണുകയാണ്. കുട്ടികളെ കണ്ട സമയം മാലിക് ഇബ്നു ദീനാർ അതിൽപ്പെട്ട ഒരു കുട്ടിയോട് സലാം പറയണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒരു അല്പസമയം ഇങ്ങനെ ശാന്തനായി നിന്നു. സലാം പറയണോ വേണ്ടേ? കുട്ടികൾക്ക് സലാം പറയാൻ സുന്നത്തുണ്ട്. കുട്ടികൾക്ക് സലാം പറഞ്ഞാൽ അവർ മടക്കുവോ? നമ്മൾ ഈ പരിപാടി പിരിഞ്ഞു പോകുമ്പോൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒന്ന് രണ്ട് ചെറിയ കുട്ടികൾ ഒരു മൂലയിൽ നിൽക്കുന്നു, നമ്മൾ അവർക്ക് സലാം പറയോ? പറഞ്ഞാൽ തന്നെ നമുക്കൊരു സംശയം, മടക്കുവോ അല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. ചില കുട്ടികൾ അങ്ങനെ മടക്കൂല. അതുകൊണ്ട് പറയാൻ നമുക്ക് മടിയാണ്. മടക്കാത്ത സലാം പറയാൻ മടിയാണല്ലോ. ഇതുപോലെ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിക്ക് സലാം പറയാൻ മുതിർന്നില്ല. കുറെ മൗനമായി നിന്നു. പിന്നെ അങ്ങ് സലാം പറഞ്ഞു. കുട്ടി സലാം മടക്കുകയാണ്. എങ്ങനെയാണ് സലാം മടക്കുന്നത്? വഅലൈക്കുമുസ്സലാം യാ മാലിക് ഇബ്നു ദീനാർ. സലാം പറയുന്നത് അങ്ങനെയാണ്. പരിചയമില്ലാത്ത ഈ കുട്ടി ഈ മാലിക് ഇബ്നു ദീനാറിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് സലാം മടക്കിയത്. ആ സമയത്ത് മാലിക് ഇബ്നു ദീനാർ അത്ഭുതപ്പെടുകയാണ്. എന്റെ പേരെങ്ങനെ ഈ കുട്ടിക്ക് മനസ്സിലായി? ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ ഈ കുട്ടിക്ക് സലാം പറയണോ വേണ്ടേ എന്ന് ശങ്കിച്ച് അവസാനം പറഞ്ഞപ്പോ കുട്ടിയുടെ മറുപടി, എന്റെ പേര് ചേർത്തിയിട്ടാണല്ലോ സലാം മടക്കിയത്. ഉടനെ തന്നെ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയോട് ചോദിക്കുന്നു, കൈഫ അറഫ്ത ഇസ്മി, മോനെ എന്റെ പേര് നിനക്കെങ്ങനെ മനസ്സിലായി? നമ്മൾ പരിചയമില്ലാത്തവരാണല്ലോ, നീ ഒരു ബാലനാണ്, എങ്ങനെ എന്റെ പേര് അറിഞ്ഞു? കുട്ടി അതിന് മറുപടി പറയുന്നു, പ്രിയപ്പെട്ട ഗുരോ, നിങ്ങൾ മറന്നതാണ്, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. നമ്മൾ രണ്ടും ഒരു സ്ഥലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. അതെവിടെയാണെന്നറിയാമോ? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാക്കളുടെ ലോകം. ആ ലോകത്ത് തമ്മിൽ കണ്ടവർ ഈ ദുനിയാവിൽ കാണാതിരിക്കുകയില്ല. അവിടെ തമ്മിൽ പിണങ്ങിയവർ, അവിടെ യോജിക്കാത്തവർ ഇവിടെ യോജിക്കുകയില്ല. ഈ പ്രസംഗത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ നാം ആലമുൽ അർവാഹിൽ വെച്ച് സന്ധിച്ചു. ആ സന്ധിച്ചവർ സലാം പറയുന്നു, അവർ തൊടുന്നു, അവർ ബന്ധപ്പെടുന്നു, അവർ ലോഹ്യം പറയുന്നു. കാണാത്തവരോ ഉണ്ടാവുകയില്ല. അവിടുന്ന് നമ്മൾ കണ്ടതാണ്, നിങ്ങൾ മറന്നുപോയതാണ്. എങ്കിൽ മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മൽ ഫർഖു ബൈനൻ നഫ്സി വൽ അഖ്ലി, നഫ്സും അഖ്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഏതായാലും ഒരു കാര്യപ്പെട്ട ആളാണ് നീ എന്ന് തോന്നുന്നു. നിന്റെ എന്തൊക്കെയോ അറിവ് നിന്റെ കയ്യിലുണ്ട്.
കുട്ടി പറയുന്നു, കണ്ട മാത്രയിൽ സലാം പറയണോ വേണ്ടേ എന്ന് സംശയം തോന്നിയത് നഫ്സിന്റെ പണിയാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സലാം പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് അഖിലിന്റെ പണിയാണ്. നിങ്ങൾക്ക് നഫ്സും ഉണ്ട്, അഖിലും ഉണ്ട്. ആ നഫ്സ് ചിലപ്പോഴൊക്കെ ചില ഹൈറായ കാര്യങ്ങൾ ചെയ്യണമോ ചെയ്യണ്ടയോ എന്നിങ്ങനെ സംശയം ജനിപ്പിക്കും. ആ സമയത്ത് മനുഷ്യന്റെ അഖില് വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അവിടെ നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന അഖില് സജീവമായാൽ അതുമാത്രമേ വിജയിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ ആ കുട്ടിയുടെ കൈ പിടിക്കുകയാണ്. മനുഷ്യൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിഷ്കളങ്കരായ കുട്ടികളെ കൈപിടിക്കുക. ആ മക്കൾ പാപം ചെയ്യാത്തവരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്. അവരിലൂടെ അല്ലാഹു തആല നമുക്ക് നമ്മുടെ ഹാജത്തുകൾ പൂർത്തിയാക്കി തരും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു, കുട്ടികളെ സ്നേഹിക്കാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭൗതിക ലോകത്തിന്റെ ഈ അധ്വാനങ്ങളും ഈ പരിശ്രമങ്ങളുമെല്ലാം നടത്തി ഒരു പുനരാലോചന, ഒരവലോകനം, ഒരു തിരിഞ്ഞുനോട്ടം, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു എന്റെ വക്കൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം പ്രകടന പരതയായി, ഉപരിപ്ലവമായി അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിക്കാതെ അവൻ തള്ളിക്കളയുമോ എന്നൊരു വേദനയും ഒരു ബേജാറും മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫിലെ ഈ വരികൾ നമ്മുടെ മുൻപിൽ സജീവമാകുകയാണ്. മാത്രമല്ല, ഈ അധ്യായമെല്ലാം പറഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ദുന്യാവിന് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ, കഷ്ടപ്പാടുകൾക്കിടയിൽ, ദുന്യാവുണ്ടാക്കാനുള്ള ആ ഓട്ടത്തിന്റെ ഇടയിൽ കടങ്ങളും വരുത്തി, പ്രയാസങ്ങളും വരുത്തി, ഈ ശരീരത്തെ മുഴുവനും പണയപ്പെടുത്തി അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ചീത്തയാക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഈ അദ്ധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യജിദൂന അൻഹാ ഹിവലാ. വിശ്വാസവും സൽക്കർമ്മവും അത് മുദ്രാവാക്യമായി അതുമായി കെട്ടിമറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സുഖമാണ്, സ്വർഗമാണ് അല്ലാഹു കൊടുക്കുക. 3 രൂപത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള ചാൻസുകളുണ്ട്. ആ 3 രൂപത്തിലുള്ള സ്വർഗത്തിൽ നിന്ന് ഏത് സ്വർഗമാണ് കിട്ടേണ്ടത് എന്ന് ആലിമീങ്ങൾ വിവരിച്ചത് കാണാം. ഒരു സ്വർഗം ജന്നത്തു ഹുസൂസി, അങ്ങനെ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം കിട്ടണമെങ്കിൽ ചെറിയ പ്രായത്തിൽ മരിച്ചു വേണം, എന്നാലേ അത് കിട്ടും. അതേതായാലും നമ്മളാരും മരിച്ചില്ല, അതൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലും കുടുംബത്തിലും ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചാൽ ആ കുട്ടി നേരെ സ്വർഗത്തിലേക്കാണ്. ഒരു ദമ്പതിക്ക് ഒരു കുട്ടി മരിച്ചു പോയാൽ ആ കുട്ടിയുടെ മരണത്തിന്റെ പേരിൽ നെഞ്ഞത്ത് അടിക്കാതെ, മുടി പിടിച്ച് പറിക്കാതെ, ഒച്ചയിട്ട് കരയാതെ അങ്ങേയറ്റം ക്ഷമിച്ചാൽ ആ മരിച്ച കുട്ടി സ്വർഗത്തിൽ പോകുന്ന സമയം ഈ മാതാവിനെയും പിതാവിനെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ്. വാപ്പാ വരൂന്ന് പറഞ്ഞ് ആ കുട്ടി പിടിച്ചു കൊണ്ടുപോകും. കാരണം ആ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് സ്വർഗമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടാമത്തൊരു സ്വർഗമുണ്ട്. അതേതാണ്? ജന്നത്തുൽ മീറാസ് എന്ന് പറയുന്ന സ്വർഗമാണ്. കാരണം ഓരോ മനുഷ്യനും വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്, നരകത്തിലും ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ അമലാണ് ചെയ്യുന്നത് എങ്കിൽ ആ മനുഷ്യന് 2 വള്ള കാണിച്ചു കൊടുത്തിട്ട് പറയും, നരകത്തിലും ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു, സ്വർഗത്തിലുണ്ടായിരുന്നു. അടിസ്ഥാനപരമായ തഖ്വയുടെ യോഗ്യത നിനക്കുള്ളത് കൊണ്ട്
നരകത്തിലെ ഇരിപ്പിടം നിനക്കുള്ളത് മാറ്റി സ്വർഗത്തിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. അതാണ് ജന്നത്തുൽ മീറാസ് എന്ന് പറയുന്ന സ്വർഗം. മൂന്നാമത്തെ സ്വർഗം കിട്ടാനാണ് നമ്മൾ ആശിക്കേണ്ടത്. അതേതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ? ജന്നത്തു അമലാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവരെ പദവിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജന്നത്തുൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നത്തുൽ ഫിർദൗസ് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. കാരണം അത് സ്വർഗത്തിന്റെ നടുഭാഗമാണ്. ആ സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ലഭിച്ചാൽ ഖാലിദീന ഫീഹാ, അവരെന്നും അവർ താമസിക്കുന്നു. മാത്രമല്ല ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അതൊന്നും മാറിക്കിട്ടണമെന്ന് ആശ വരുന്നതല്ല. ദുന്യാവിൽ ഏത് വീട് വെച്ചാലും അതിനേക്കാൾ നല്ല വീട് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുക, ഇതൊന്ന് വിറ്റ് ആ മോഡലൊന്നും ഉണ്ടാക്കണം. ഓഫീസ് റൂം നല്ലത്, ആ വരേണ്ടതാണ്. അല്ലെങ്കിൽ വരാന്ത നല്ലത്, അതാണ് സിറ്റ് ഔട്ട്, അതാണ് നല്ലത്. നാട് നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് ടൗണിലായ സുഖമായിരുന്നു. ഈ മാറ്റത്തെപ്പറ്റി ചിന്തിക്കാത്ത അങ്ങേയറ്റത്തെ പത്രാസുള്ള സ്വർഗം ജന്നത്തുൽ ഫിർദൗസ്. ആ ഫിർദൗസിലെത്തിക്കഴിഞ്ഞാൽ, സ്വർഗത്തിലെത്തിയാൽ ലാ യജിദൂന അൻഹാ ഹിവലാ. ഈ റമദാൻ മാസത്തിൽ വെള്ളത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാതെ, ഊണിനെ ആഗ്രഹിക്കുമ്പോൾ അത് കഴിക്കാതെ ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിന്റെ ചില്ലകളിലൂടെ പറന്നു കളിക്കുന്ന പക്ഷികളെ കാണുന്ന സമയം ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽവിൽ ആശ വരികയാണ്, പടച്ചവനെ ആ പക്ഷിയെ ചുട്ട് തിന്ന നല്ല രസമാണ്. ഇനി ചുടണമെന്നില്ല, അല്ലാതെ വെള്ളത്തിലിട്ട് വേവിച്ചാലും മതി. മനസ്സിൽ ആശ വരികയാണ്. ആശ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ആ സ്വർഗത്തിൽ കഴിയുന്ന മോമിനായ മനുഷ്യന്റെ മടിയിലേക്ക് ഒരു പക്ഷി വന്ന് വീഴുകയാണ്. ആ പക്ഷിയുടെ പകുതി ചുട്ടതാണ്, പകുതി വെള്ളത്തിൽ വേവിച്ചതാണ്. കാരണം ആ മനുഷ്യന്റെ മനസ്സിൽ വന്ന ആഗ്രഹം, റബ്ബേ ആ പറന്നു പോകുന്ന പക്ഷിയെ എനിക്ക് തിന്നാൻ വലിയ ആശയുണ്ട്, അതൊന്ന് ചുട്ടു തിന്നാലാ നന്നാകും, അല്ല ചുടാതെ ആയാലും മതി, ആശ വന്നതേ ഉള്ളൂ. ആ പക്ഷിയത അവന്റെ മടിയിൽ വന്ന് പകുതിയും പകുതിയുമായി നിൽക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഭാഗത്തുള്ള മാംസം തിന്നോളൂ. അങ്ങനെയുള്ള ആ സ്വർഗത്തിൽ മനുഷ്യനെത്താൻ കഴിയണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? അമല് വേണം. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കാണുകയാണ്. സ്വർഗത്തിലൂടെ ചെരുപ്പൂട്ട് ഇങ്ങനെ പത്രാസായി നടന്നു പോകുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി ബിലാലിനെ വിളിച്ചു, ബിലാലേ ഇതെന്തൊരത്ഭുതമാണ്, സ്വർഗത്തിൽ എവിടെ നോക്കിയാലും നിന്റെ ചെരുപ്പിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. എന്താണ് നിനക്കിത്ര വലിയ പവർ കിട്ടാനുള്ള കാരണം? ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് നൽകുന്ന മറുപടി, എപ്പോൾ ഞാൻ വുളൂ ചെയ്താലും ആ വുളൂ ചെയ്ത ഉടനെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. എപ്പ ഞാൻ വുളൂ ചെയ്താലും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. എങ്കിൽ ആ നിസ്കാരത്തിന്റെ പവർ കൊണ്ട് തന്നെയാണ് നിനക്ക് രക്ഷ ലഭിച്ചത് എന്ന് അതാ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ പണ്ഡിതനും നേതാവും. ആ ശാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ശാഫി ഇമാമിൽ നിന്ന് കിട്ടിയ അറിവാണ് അഹ്മദ് ബിൻ ഹംബലിന്റെ കയ്യിലുള്ളത്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ആ ദുആവിന് പറ്റിയ സമയം നമ്മളെ നഫ്സിന്റെ ഈമാന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ തന്നെ ഉസ്താദുമാർക്ക് വേണ്ടി, ഉലമാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം പാതിര സമയങ്ങളാണ്. എല്ലാ ദിവസവും ശാഫി ഇമാമിന് വേണ്ടി അഹ്മദ് ബിൻ ഹംബൽ ദുആ ചെയ്യുകയാണ്. ഒരു ദിവസം ശാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കാണുമ്പോൾ
ആ മകനോട് പറയുകയാണ്, പൊന്നുമോനെ, നിന്റെ ബാപ്പ എന്റെ ഉസ്താദായിരുന്നു. ആ ഉസ്താദിന് വേണ്ടി, നിന്റെ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ ദിവസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉലമാക്കൾക്ക് വേണ്ടിയുള്ള ദുആ, ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള ദുആ, അത് ശർഅ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മഹാന്മാരായ ഉലമാക്കളുടെ തണലാണ്, സാദാത്തുക്കളുടെ തണലാണ് നമുക്കെപ്പോഴും അഭയമുള്ളത്. റഹ്മാനായ റബ്ബ് അവരെയും നമ്മയും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിലും ഇസ്സത്തിലും ആക്കി തരട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം, പരിശുദ്ധ ഖുർആനും ആ ഖുർആനുമായി ചുറ്റിപ്പറ്റിയ കുറെ അറിവുകളും ഈ വഅലിന്റെ മജ്ലിസിൽ കേൾക്കുകയും അറിയുകയും ആമീൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പോകും, കുറെ പഠിച്ചു എന്ന്. ആർക്കും അങ്ങനെ തോന്നിപ്പോകരുത്. നേരത്തെ ഞാൻ ഓതിവെച്ച ഭാഗം, ലാ യബൂന അൻഹാ ഹിവലാ, ലാ യബൂന അൻഹാ ഹിവലാ, ഒരിക്കലും മറ്റൊന്ന് ആശിക്കേണ്ട അവസ്ഥ വരാത്ത രൂപത്തിലുള്ള സ്വർഗം അല്ലാഹു നമുക്ക് തരും എന്ന് പറഞ്ഞതിനു ശേഷം ഈ സ്വർഗം കിട്ടാനുള്ള അമലുകളിൽ പ്രധാനപ്പെട്ട അമലുകൾ, ആ അമലിന്റെ നിബന്ധന എന്താണ്? ജന്നത്തുൽ ഫിർദൗസ് ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ, ആ ജന്നത്തുൽ ഫിർദൗസിൽ എത്തിയാൽ മനുഷ്യന് പിന്നെ ഇനി ആശ വല്ലതുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരൊറ്റ ആശ മാത്രം ഇനി ബാക്കിയുണ്ട്. അതേതാണെന്നറിയാമോ? എത്രയോ കാലം ഏതൊരു അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണോ മനുഷ്യൻ ഇബാദത്തെടുത്തത്, ആ റബ്ബിന്റെ മുകറമായ ദാത്ത് ഒന്ന് കൺകുളിർക്കെ കാണണം. ഈ ഒരാശ സ്വർഗത്തിൽ വെച്ച് മനുഷ്യന്റെ കൽബിൽ വരുമ്പോൾ, സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ ജന്നത്തുൽ ഫിർദൗസ്. ആ ജന്നത്തുൽ ഫിർദൗസിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരാശ വരികയാണ്, നിന്റെ മുകറമായ ആ ദാത്ത് അതൊന്ന് എനിക്ക് കാണണമല്ലോ. അത് സംബന്ധമായി സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുകയാണ്, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, റബ്ബിന്റെ ലിഖാഇനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആശിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെയാണ് അവൻ കാണണമെന്ന് ആശിക്കുന്നത്, മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ അല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുള്ള ആളുകൾ അവിടുത്തെ മജ്ലിസിൽ പോയി ഒന്ന് ഇരുന്നാൽ അവർക്കതാ സുഹബത്ത് ലഭിക്കുകയാണ്. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്, ഈമാൻ അതിന്റെ നിബന്ധനയാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മജ്ലിസിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവൻ സ്വഹാബിയല്ല, അവൻ ഈമാനില്ലാത്തതുകൊണ്ട് സ്വഹാബിയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നത് കൊണ്ട് മാത്രമായില്ല ഈമാൻ വേണം. എന്നാൽ ലോകത്തിന്റെ സൃഷ്ടാവായ ആ റബ്ബിനെ ഒന്ന് കാണാനുള്ള ആശ ഖൽബിൽ മുഅ്മിനായ മനുഷ്യന് വരും. അത് ലഭിക്കണമെങ്കിൽ അതിന്റെ നിബന്ധന എന്താണ്? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മം അവൻ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ പ്രവർത്തനങ്ങളിൽ ലോകമാന്യം വരാൻ പാടില്ല. അവൻ ചെയ്യുന്ന ഒരു കർമ്മവും വേറെ ഒരാളെയും ബോധിപ്പിക്കാൻ വേണ്ടിയാകരുത്. നിസ്കരിക്കുന്ന സമയം ഇബ്ലീസ് വരും. ആ നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് തോന്നിപ്പിക്കും തരക്കേടില്ല നിസ്കാരം. പ്രസംഗിക്കുന്നവന്റെ കൽബിൽ ഇബ്ലീസ് തോന്നിപ്പിക്കും, ഇബാദത്ത് ചെയ്യുന്നവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും. എന്നാൽ ഇബ്ലീസിന് വരാൻ ഗ്യാപ്പില്ലാത്ത ഒരമല് നോമ്പാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കാരണം നോമ്പ് നോറ്റ മനുഷ്യന് പ്രത്യക്ഷത്തിൽ ഒരടയാളം കാണാനില്ലാത്തത് കൊണ്ട് ആ നോമ്പ് നോൽക്കുന്ന മനുഷ്യന് നോമ്പിന്റെ വിഷയത്തിൽ ലോകമാന്യം വരാനില്ലാത്തത് കൊണ്ടാണ്. ഫറഹത്താനി ലിസ്വാഇമി ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി ഖാല റസൂലുള്ളാഹി. രണ്ട് സമയത്താ നോമ്പുകാരന്റെ സന്തോഷം. അത് ഭൗതികമായ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴാണ്. ആഹാരം, വിഭവസമൃദ്ധമായ ആഹാരം ഇങ്ങനെ കഴിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദം അത് വല്ലാത്ത ആനന്ദമാണ്. രണ്ടാമത് അവന് കിട്ടുന്ന ആനന്ദം ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ച് റബ്ബിന്റെ ലിഖാ നടക്കുന്ന സമയമാണ്.
അതുകൊണ്ട് തന്നെ ഫൽയഅമൽ അമലൻ സ്വാലിഹ എന്ന വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനം റമദാനിലെ നോമ്പാണ്. ആ നോമ്പ് നോൽക്കുന്ന മനുഷ്യന് റബ്ബിന്റെ ലിഖാ ലഭിക്കുന്നതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. 70, 80, 90 വയസ്സുള്ള എത്രയോ സഹോദരന്മാർ, സഹോദരിമാർ തീരെ അവർക്ക് ആഫിയത്തില്ല. മക്കൾ പറയും നോൽക്കണ്ട, പക്ഷേ അവര് പിന്നെയും പറയും ഞങ്ങൾ എന്തായാലും നോൽക്കും. അങ്ങനെ നോൽക്കുന്ന ഒരുപാട് ആളുകൾ നോറ്റവരുണ്ട്. അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുമാറാകട്ടെ. വലാ യുശ്രിക് ഫീ ഇബാദത്തി റബ്ബി അഹദാ. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ മനുഷ്യന്റെ മനസ്സിൽ വേറൊരാൾ കാണട്ടെ എന്ന യാതൊരു ചിന്തയും കലരാതെ വന്നു കഴിഞ്ഞാൽ ചെറിയതും വലിയതുമെല്ലാം റബ്ബ് അതാ സ്വീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കണം. നമുക്കൊക്കെ വരാൻ പോകുന്ന മരണത്തെ പറ്റിയുള്ള ചിന്തയും ഈ സമയത്ത് നമ്മൾ ഉറപ്പിച്ചു വേണം ഇവിടുന്ന് പോകാൻ. അടുത്ത കൊല്ലം ഇതേ റമദാനിൽ നമ്മൾ ആരൊക്കെ ഹയാത്തിലുണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഏതു സാഹചര്യത്തിലാണ് നമ്മളെ മരണം വരിക എന്ന് നമുക്കറിയില്ല. ശരീരത്തിന്റെ ഭാഗം മുഴുവനും പഴുത്തൊലിച്ച് ചീഞ്ഞ് നാറി എങ്ങനെയോ വളരെ അദാബായി മരിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യന് വെറുക്കുന്ന രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അവിടെയും നമ്മൾ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. അബുൽ ആലി റളിയല്ലാഹു അൻഹു മിസ്റിലാണ്. അബുൽ ആലി റളിയല്ലാഹു അൻഹു അവിടെ ജീവിക്കുമ്പോൾ അബുൽ ആലി റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു, മദീനത്ത് പോയാൽ മദീനത്ത് നല്ല നിസ്കാരം കിട്ടും. റസൂലുള്ളാഹിന്റെ കാലത്ത് ഏതായാലും മദീനത്ത് പോകാൻ കഴിഞ്ഞില്ല. അബുൽ ആലിയ സ്വഹാബിയല്ല, പിന്നെയോ താബിഈയാണ്. മദീനത്ത് പോയാൽ നല്ല നിസ്കാരത്തിൽ പങ്കെടുക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പിന്നിൽ നിസ്കരിച്ചാലും വലിയ കൂലി തന്നെയാണല്ലോ. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. വാഫഖ്തു റബ്ബി ഫീ സലാസ്. അള്ളാഹുവിന്റെ തീരുമാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിരവധി തീരുമാനങ്ങൾ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടിയത് അബുൽ ആലിയ വരികയാണ്. നിസ്കരിച്ചിട്ട് മതിയാവുന്നില്ല. സ്വാലിഹീങ്ങളുടെ ദുആയിൽ പങ്കെടുത്തിട്ട് മതിയാവാത്തതുപോലെ, മഹാന്മാരുടെ പിന്നിൽ നിന്ന് ആമീൻ പറഞ്ഞിട്ട് പൂതി മാറാത്തതുപോലെ കുറേ നിസ്കരിച്ച് അങ്ങനെ അബുൽ ആലി റളിയല്ലാഹു അൻഹു ധാരാളം ഹസനത്തുകൾ നേടി. പക്ഷേ ആ മനുഷ്യനെയും അള്ളാഹു പരീക്ഷിച്ചു. എത്ര വലിയ ഇബാദത്തുള്ളവനെയും റബ്ബ് പരീക്ഷിക്കുന്നതാണ്. ഇരുമ്പില്ലേ, ആ ഇരുമ്പ് തീയിൽ വെച്ചിങ്ങനെ കാച്ചുന്ന സമയം, തീയിൽ വെച്ചിങ്ങനെ തീയിൽ ഇരുമ്പ് വെക്കുമ്പോൾ ആ ഇരുമ്പ് ചിലപ്പം വിചാരിക്കുന്നുണ്ടാകാം എന്നെ എന്തിനാണ് തീയിലിടുന്നത് എന്ന്. പക്ഷേ ആ ഇരുമ്പിനെ തീയിലിടുന്നത് കാച്ചി ഉരുക്കി വീണ്ടും നല്ല മൂർച്ചയുള്ള ഉപയോഗമുള്ള ആയുധമാക്കാനാണല്ലോ. അതുപോലെ നമ്മൾ അല്ലാഹ് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ പരീക്ഷണങ്ങൾ വരും. അബുൽ ആലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുഴുവനും ഒരു ജാതി ചെരങ്ങ്, ഒരു ജാതി നീരുള്ള പഴുത്ത വ്രണങ്ങൾ വരാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ ചില ഭാഗമെല്ലാം മുറിച്ചു മാറ്റുകയാണ്. മുറിച്ചു മാറ്റുമ്പോൾ ശരീരം വേദനിക്കുമല്ലോ. ഡോക്ടർ വന്നു. ഡോക്ടർ പറയുന്നു, അബുൽ ആലിയ, ആ ശരീരത്തിന്റെ വേദന മുറിക്കുമ്പം വേദന അറിയാതിരിക്കാൻ ലേശം കള്ള്, ലഹരി വസ്തു നിങ്ങൾക്ക് ഞങ്ങൾ തരട്ടെ. അബുൽ ആലി റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നത്, ഒരിക്കലും അത് എനിക്ക് വേണ്ട. ലഹരി പദാർത്ഥം അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. കുട്ടികളെ കഞ്ചാവും മയക്കുമരുന്നും അങ്ങാടിയിൽ മുഴുവനും വ്യാപകമാണ്. മുസ്ലിം കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ വിലക്കും അല്ലാതെയും കൊണ്ടോട്ടി പോലെയുള്ള എല്ലാ ഏരിയകളിലും കഞ്ചാവിന്റെ വിപണനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ശരീരത്തിന്റെ പഴുത്ത ഭാഗം മുറിച്ചു മാറ്റാൻ ഈ കഞ്ചാവ് ലഹരി ലേശൊന്ന് കുടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ആലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പറ്റിയ മറ്റൊരു മരുന്ന് എന്റെ കയ്യിലുണ്ട്. അതേതാണ്? തഖ്ശഇറു മിന്നു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ മനസ്സിൽ കുളിർമയുണ്ടാകാനും അവരെ ദുഃഖങ്ങൾ മുഴുവനും മറന്നുപോകാനും പറ്റിയ ഒരു സാധനമുണ്ട്, പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് എന്റെ ശരീരത്തിലുള്ള പഴുത്ത ഭാഗം കത്തി കൊണ്ട് മുറിച്ചു മാറ്റുമ്പോൾ
ആ ഖുർആൻ ഇങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരു ലഹരിയും വേണ്ട. ആ മരണാസന്നനായി കിടക്കുന്ന സമയത്താണ് അബുൽ ആലി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അനസ് ഇബ്നു മാലിക് വരുന്നത്. റസൂലുള്ളാഹിന്റെ കൂടെ 10 കൊല്ലം ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് സന്തോഷമാണ് അബുൽ ആലിയക്ക്. നമ്മളെ ഈ ഇരിക്കുന്ന മഹാന്മാരൊക്കെ വലിയ വലിയ ഗുരുനാഥന്മാരിൽ നിന്ന് ഇൽമു പഠിച്ചവരാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ശുബ്ഹത്തുകളൊന്നുമില്ലാത്ത ഓരോ കാലം വരുമ്പോഴും ലായത്തി ഖർനുന്നില്ലാ വഹുവ ശർറും മിമ്മാ ഖബലഹു, ഒരു നൂറ്റാണ്ട് വരുമ്പോൾ, ഒരു കാലഘട്ടം വരുമ്പോൾ അതിന് മുൻപുള്ളതിനേക്കാൾ മോശമായിട്ടല്ലാതെ പിന്നെ വരികയില്ല. ഇനി 25 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തേക്കാൾ മോശമാണ്. കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇവിടെ ഉണ്ടായാലും മുമ്പുള്ളവരെ ഈമാന്റെ ആ പവർ പിന്നീടുള്ള ആളുകൾക്കില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പോലെയുള്ള ആളുകൾ ഇൽമു ലഭിക്കാൻ വേണ്ടി, മഹാന്മാരുടെ സുഹബത്ത് കിട്ടാൻ വേണ്ടി അവരൊക്കെ ഒരുപാട് ആളുകളെ കൈപിടിച്ചവരും അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയവരും ആ ദിക്ർ ഇങ്ങനെ പതിവാക്കി പോരുന്നവരുമാണ്. നമ്മൾ സാധുക്കളായ നമുക്കാണതെല്ലാം കുറവ്. അള്ളാഹു അവരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നമുക്കെല്ലാ ഇബാദത്തും തഖ്വയും വർദ്ധിപ്പിച്ചു തരട്ടെ. അനസ് ഇബ്നു മാലിക് അതാ വരികയാണ്. അബുൽ ആലിയ മെല്ലെ ബെഡിൽ എഴുന്നേറ്റിയിരിക്കുകയാണ്. രോഗികളെ കാണാൻ വരുമ്പോഴും അതിഥികൾ വീട്ടിൽ വരുമ്പോഴും ഒരു പലഹാരമോ എന്തെങ്കിലും കൊണ്ടുവരൽ സുന്നത്താണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരാപ്പിളാണ് കൊണ്ടുവന്നത്. ആ ആപ്പിൾ കൊണ്ടുവന്ന് അബുൽ ആലിയന്റെ കയ്യിലങ്ങ് കൊടുക്കുമ്പോൾ അബുൽ ആലി റളിയല്ലാഹു അൻഹു ആ ആപ്പിൾ തിന്നുകയല്ല ചെയ്യുന്നത്, അതിങ്ങനെ ചുംബിക്കുകയാണ്. കാരണം ഇത് തിന്നുന്നതിന് മുമ്പ് ഞാനൊന്ന് ചുംബിക്കട്ടെ, ഇത് തന്ന ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ തൊട്ട കൈയാണല്ലോ ഇത്. അബുൽ ആലിയായ എനിക്ക് ആ ഹബീബിന്റെ കൈ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ചിന്തയോടുകൂടി ഒരു സയ്യിദിനെ കണ്ടാൽ അത് അഹ്ലു ബൈത്തിൽപ്പെട്ട ആണാണല്ലോ പടച്ചവനെ. ഒരു ആലിമിനെ കണ്ടാൽ ബിരുദമുള്ളവരും പണ്ഡിതന്മാരെ പൊരുത്തമുള്ളവരുമായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ കൈ അവരെ ഉസ്താദിന്റെ കയ്യിൽ വെച്ച കൈയാണ്. ആ ഉസ്താദ് അവരെ ഉസ്താദിന്റെ കയ്യിൽ വെച്ച കൈയാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് കൈമാറി പോന്ന ആ കൈ ഒന്ന് തൊടുമ്പോൾ, അവരുമായി ബന്ധമുണ്ടാക്കുമ്പോൾ തീർച്ച അവരെ ശഫാഅത്ത് ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഖുർആന്റെ വിശദീകരണം എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആ വെള്ളം വറ്റിപ്പോവാതല്ലാതെ ഖുർആനോടെ ബാക്കി കിടക്കും. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി ബിസ്മിയുടെ തഫ്സീർ, ബിസ്മിന്റെ വ്യാഖ്യാനം എഴുതി കുറെ എഴുതിയിട്ട് പേജുകളോളം എഴുതിയിട്ട് അവസാനം പറയുന്നു, ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി. എന്നെക്കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് കഴിയൂല, ലോകത്തൊരൊറ്റ മനുഷ്യനെ കൊണ്ടും കഴിയൂല. ആ ഖുർആനിലെ ചില ഭാഗങ്ങൾ സാധുക്കളായ നമ്മൾ SYSന്റെ പ്രവർത്തകന്മാർ അതൊന്ന് അടുക്കാനും അതിനോട് മഹബത്തുണ്ടാകാനും ഒരു മജ്ലിസ് ഉണ്ടാക്കി. മുശാവറയുടെ പ്രധാനപ്പെട്ട ആലിമീങ്ങൾ, നേതാക്കൾ എല്ലാവരും വന്ന് എല്ലാവരും ആ ഒരു ബഹുമാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പ്രസംഗിക്കുന്ന ആളുടെ പവറോ കഴിവോ ഒന്നുമല്ല, നമ്മളെ അള്ളാഹു നമുക്ക് തന്ന പൊരുത്തവും ആ ഒരു സന്തോഷവും റബ്ബ് നമ്മളെ പക്കൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനി എത്രയാണ് പഠിക്കാനുള്ളത്? രാജസയ്യിദായ പടച്ചവനെ, നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരണേ പടച്ചവനെ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് ഈമാനെ തരണേ റഹ്മാനെ. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്, അവരാവശ്യമൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. വലിയ മഹാന്മാരിരിക്കുന്ന മജ്ലിസാണ്, അവരെ ഇരുത്തി ഈ സാധു ദ്വാരക്കുന്നില്ല പടച്ചവനെ. അവരെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ റബ്ബേ.